സാധ്യത എട്ട് ദിവസമായിട്ട് MLA ഇല്ലാത്ത MLA ഓഫീസാണ് പാലക്കാടുള്ളത്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ വലിയ ആഘോഷം നടത്തുന്നു, മധുരം വിതരണം ചെയ്യുന്നു, പടക്കം പൊട്ടിക്കുന്നു. BJPയും ആഘോഷത്തിന് കുറവൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം പാലക്കാടിലുണ്ടായിരിക്കുന്നു. പാലക്കാട്ടെ DCC അധ്യക്ഷൻ ഉൾപ്പെടെ പാലക്കാട്ടെ കോൺഗ്രസുകാരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഒരു വഴി തെളിയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അവരിങ്ങനെ തെളിച്ചുകൊണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അതുവഴി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നടത്തുപത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കി പല പരാതികളും വന്നു. അവസാനം കണ്ണാടിയിൽ നിന്നൊരു മുങ്ങലായിരുന്നു. ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താണ് പാലക്കാട്ടെ അവസ്ഥ? ഞാൻ MLA ഓഫീസിലാണ് ഉള്ളത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷം ഈ 2024 ഈ ഡിസംബർ 14 രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. ഡിസംബർ 4 MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു വർഷങ്ങൾക്ക് ഇപ്പുറം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് രാജിവെക്കണമെന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു. സാധാരണ MLA ഓഫീസിൽ നിരവധി ആളുകൾ, പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഈ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളായ 2 ആളുകൾ മാത്രമാണ് ഉള്ളത്. ഈ MLA എന്ന നിലയ്ക്ക്, MLA ഓഫീസ് എന്ന നിലയ്ക്ക് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് സുജിത്ത് നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ MLA ആണ്. MLA ഓഫീസിന്റെ പ്രവർത്തനങ്ങളൊക്കെ സാധാരണ നിലയിൽ തന്നെയാണോ? ഇപ്പോൾ സാധാരണ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകളുടെ എണ്ണം കുറയും, ആവശ്യക്കാരുടെ എണ്ണം കുറയും. നമുക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. അത്തരത്തിലുള്ളൊരു കുറവ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ അനുഭവപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഈ MLA നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ 27-ാം തീയതിക്ക് ശേഷം കോണ്ടാക്ട് ചെയ്തില്ല. 27-ാം തീയതി 12 മണി മുതൽ 2 മണി വരെ നമ്മുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം അദ്ദേഹത്തിന് ഉള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണല്ലോ. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ മുൻ KPCC പ്രസിഡന്റുമാരടക്കമുള്ള ആളുകൾ രാഹുൽ രാജിവെക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശമായിട്ട് രാജിവെക്കും അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അത്തരമൊരു നിർദ്ദേശം സാധാരണ ഞങ്ങൾക്ക് പാസ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ഉദ്യോഗസ്ഥ നിലയിലുള്ള ജോലിയാണ് ചെയ്തു വരുന്നത് എന്നതുകൊണ്ട് രാഷ്ട്രീയപരമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും മറ്റൊന്നും നമ്മൾ വരാറില്ല. നിങ്ങളുടെ ഇപ്പോൾ ഓഫീസ് ഈ സാധാരണ പ്രവർത്തിക്കുന്നുണ്ടല്ലേ? സാധ്യത ഇവർക്ക് എപ്പോഴെങ്കിലും ഈ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും MLA-യുമായിട്ട് സംസാരിക്കാനോ ഇല്ലെങ്കിൽ MLA-യുടെ എന്തെങ്കിലും ഒരു നിർദ്ദേശമോ എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ? ഈ നിങ്ങൾ ഇപ്പോൾ ഒരാഴ്ചയിലധികമായല്ലോ MLA-യെ കാണാനില്ല എന്ന് തന്നെ പറയാം. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ഈ ഓഫീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കേസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. ഈ വക്കീലുമായിട്ട് മാത്രമാണ് ഇപ്പോൾ കോണ്ടാക്ട്? ആവാം, അത്രയും ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാരണം വെച്ചാൽ എന്നെയോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലയെന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നിങ്ങളുടെ ഇപ്പോൾ സ്റ്റാഫിൽ ആരെങ്കിലും പോലീസ് നേരത്തെ ഈ ചോദ്യം ചെയ്തിരുന്നു? ഇപ്പോൾ പുതുതായിട്ട് ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ അറിവില്ല. ഒരു മാധ്യമത്തിൽ ഇങ്ങനെ വന്നതായിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് പറയുന്നത് കേട്ടു. ഞാൻ അത് അന്വേഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വന്നതാണ്. ഞാൻ ഫോണ് ഈ പിന്നെ ആൽവിനെ എന്തെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഡ്രൈവർ അറിയത്തില്ല. ഇല്ല. ഇതാണ് ഈ സ്റ്റാഫുകൾ, അവർക്ക് കൃത്യമായ വിവരങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും MLA ഓഫീസിൽ ആണ് ഞാൻ ഉള്ളത്. MLA ഓഫീസിൽ സാധാരണ രീതിയിലുള്ള ആളോ ആരവമോ ഒന്നും തന്നെ ഇല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വീഴ്ച സ്വാഭാവികമായും CPM-ഉം BJP-യും എല്ലാം തന്നെ വലിയ ആഘോഷമാക്കുന്നുണ്ട്. നേരത്തെ DYFI പടക്കം പൊട്ടിച്ച് പ്രതിഷേധിച്ചു. നമുക്കറിയാം MLA ഓഫീസിലേക്ക് നിരവധി തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഇനി ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ MLA ഓഫീസ് എന്ന നിലയ്ക്ക് എത്ര കാലം കൂടി ഏത് രീതിയിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കും എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 1 വർഷം മുൻപ് ഈ സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭ അംഗമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഡിസംബർ 4 ആകുമ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയാ ശരി. സാജിദ, പാലക്കാട്ടെ MLA ഓഫീസിൽ നിന്നാണ് സാജിദ അഷ്മൽ വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരു വിവരവുമില്ല, സ്റ്റാഫുമായി ബന്ധപ്പെട്ടിട്ടില്ല, യാതൊരു വിവരവും അവിടെ ലഭ്യമാവുന്നില്ല എന്നാണ് അറിയുന്നത്.